ലോക്സഭാ എംപിമാര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചുകെട്ടുന്ന തരത്തിലുള്ളൊരു പ്രചാരണമാണ്. ആര് പറഞ്ഞു? അവർക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടോ? ആർക്കും മത്സരിക്കാം. പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാം, പാർലമെന്റ് ഇലക്ഷൻ മത്സരിക്കാം, രാജ്യസഭ ഇലക്ഷൻ മത്സരിക്കാം, ലോക്സഭയ്ക്ക് മത്സരിക്കാം, അസംബ്ലിക്ക് മത്സരിക്കാം. അതിന് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മളുടെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ എനിബഡി ക്യാൻ കണ്ടസ്റ്റ്. അവസരം നഷ്ടപ്പെടുത്തുന്ന ആര് പറഞ്ഞു? ഹു ടോൾഡ് യു? ഐ എം ആസ്കിംഗ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹു ടോൾഡ് യു ദാറ്റ് MPs are contesting to the assembly? Who told you? You have to answer. ആര് പറഞ്ഞു? ഒരാളുടെ പേരിങ് പറ. അങ്ങനെ അല്ലാത്ത കാര്യം നിങ്ങൾക്ക് ചർച്ചയ്ക്ക് സമയം കളയണ്ട. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് ബേസ്ലെസ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അസംബ്ലി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, വോട്ടർ പട്ടിക, വാർഡ് വിഭജനം, അത് സംബന്ധിച്ച് ഭവന സന്ദർശനം, അതാണ് KPCCയും കോൺഗ്രസിൻ്റെ എല്ലാ കമ്മിറ്റികളും ശ്രദ്ധിക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം തക്ക സമയത്ത് ആലോചിക്കും. അതിലും ഒരു തിരക്കുമില്ല. അത് ഞങ്ങൾ ചർച്ച തുടരുകയാണ്. ആ പ്രതികരണം എന്താണ്? സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചു. ശരിയാണ്. അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ സത്യസന്ധമായിട്ട് നിലനിൽക്കുകയാണ്. അതിനെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണ സംഭവം. ഇതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ്, ഉള്ളത് പറഞ്ഞാൽ തങ്ങൾക്ക് പൊള്ളലേൽക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഇവരുടെ എല്ലാം വായടപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇടയ്ക്ക് മാധ്യമങ്ങൾക്കെതിരെ ചില നിയന്ത്രണത്തിന് വേണ്ടി ശ്രമിച്ചല്ലോ. അതൊന്നും വിലപ്പോവില്ല. കേരളമാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ്. വിവരങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ചില സത്യങ്ങൾ തുറന്നു പറയാൻ ഏത് ഉദ്യോഗസ്ഥനും നിർബന്ധിതനാകും. അതിനെ ഭീഷണി കൊണ്ട് അതിനെ തടയാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല.